നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ബന്ധം തെളിയിക്കുന്ന വിശ്വസനീയമായ വിവരം ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ടെന്ന് ലോകരാജ്യങ്ങളെ അറിയിച്ച് ഇന്ത്യ. ഭീകരർ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയതാണെന്ന നിർണായക തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്നും ഭീകരരുടെ പാക് ബന്ധം സ്ഥിരീകരിച്ചെന്നും ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഫോൺ സംഭാഷണങ്ങളിലും 30-ലേറെ വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരുമായി ഡൽഹിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മുതിർന്ന ഉദ്യോഗസ്ഥരും നടത്തിയ കൂടിക്കാഴ്ചകളിലും ഭീകരാക്രമണത്തിലെ പാക് ബന്ധം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകര സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാകിസ്ഥാനിൽ 2 ഇടത്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്. ചില ഭീകരരെ തിരിച്ചറിഞ്ഞു. ഇവരുടെ മുൻകാല പ്രവർത്തനങ്ങളും ഭീകരാക്രമണ പങ്കാളിത്തവും അവർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ അറിയിച്ചു. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരുന്നു. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും അവർക്ക് മേലുള്ള രാജ്യാന്തര സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഇന്ത്യയുടെ നീക്കം. അതേസമയം കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് UN രക്ഷാസമിതി അംഗങ്ങൾ രംഗത്ത് വന്നു. ഭീകരർക്കെതിരായ നീക്കങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ടെന്നും രക്ഷാസമിതി അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ പൂർണ്ണമായി സുഖം പ്രാപിക്കട്ടെ എന്നും UN പറഞ്ഞു. ഈ നിന്ദ്യമായ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ, സംഘാടകർ, ധനസഹായം നൽകുന്നവർ, സ്പോൺസർമാർ എന്നിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. ഭീകരർക്കെതിരായ നീക്കങ്ങളിലൂടെ കൂടെ നിൽക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ടെന്നും രക്ഷാസമിതി പറഞ്ഞു. ഏതൊരു ഭീകരപ്രവർത്തനവും കുറ്റകരവും ന്യായീകരിക്കാനാകാത്തതുമാണ്. അതിന്റെ ഉദ്ദേശം എവിടെ, എപ്പോൾ എന്നതൊന്നും ന്യായീകരണങ്ങളുമായി കണക്കുകൂട്ടാനാകില്ലെന്നും UN രക്ഷാസമിതിയുടെ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. അതേസമയം കശ്മീരിൽ സുരക്ഷാസേന ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച കശ്മീരിലെ കുൽഗാമിൽ നിന്നും ഭീകരരെ സഹായിച്ച 2 പേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തു. കുൽഗാമിലെ തോക്കേർപോര മേഖലയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും ഇവർ ഭീകരർക്ക് സഹായം നൽകിയവരാണെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം കശ്മീരിലെ 5 ഭീകരരുടെ വീടുകൾ സുരക്ഷാസേന തകർത്തു. ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുറ്റ ഉൾപ്പെടെയുള്ള ഭീകരരുടെ വീടുകളാണ് തകർത്തത്. വ്യാഴാഴ്ച രാത്രി 2 ഭീകരരുടെ വീടുകൾ തകർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 3 ഭീകരരുടെ വീടുകൾ കൂടി തകർത്തത്. ഷാഹിദ് അഹമ്മദിന്റെ ഷോപ്പിയാനിലെ ചോട്ടിപ്പോര ഗ്രാമത്തിലെ വീടാണ് തകർത്തത്. കഴിഞ്ഞ 4 വർഷമായി ഇയാൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്ന് അധികൃതർ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളിയായ ഇസാൻ ഉൽ ഹഖ് ഷെയ്ഖിന്റെ പുൽവാമയിലെ 2 നില വീടും വെള്ളിയാഴ്ച രാത്രി തകർത്തിരുന്നു. 2018 പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയ ഭീകരനാണ് ഇസാൻ ഉൽ ഹഖ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കശ്മീരിൽ നിന്നും പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന വാദവുമായി TRF രംഗത്തെത്തിയിരുന്നു. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ തൊയ്ബയുമായി ബന്ധമുള്ള TRF നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. എന്നാൽ പുതിയ പ്രസ്താവനയിൽ പഹൽഗാം ആക്രമണത്തിലെ പങ്ക് TRF നിഷേധിക്കുകയായിരുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ തങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രത്യക്ഷപ്പെട്ട സന്ദേശം അനധികൃതമായി മറ്റാരോ പോസ്റ്റ് ചെയ്തതാണെന്നാണ് TRFന്റെ പുതിയ വാദം. ആഭ്യന്തരമായി നടത്തിയ അന്വേഷണത്തിന് ശേഷം തങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ മറ്റാരോ നുഴഞ്ഞുകയറ്റി നടത്തിയതായി സംശയിക്കുന്നുണ്ടെന്നും TRF പറഞ്ഞു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികൾക്കിടെ യുദ്ധഭീഷണിയുമായി എത്തുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയും. എന്തിനും ഏതിനും എപ്പോഴും സജ്ജമാണെന്ന് നാവികസേന അറിയിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ 5 പടക്കപ്പലുകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് നാവികസേനയുടെ ഔദ്യോഗിക X അക്കൗണ്ടിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. എവിടെയും എപ്പോഴും എങ്ങനെയും ദൗത്യത്തിന് തയ്യാറെന്നാണ് നാവികസേന ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത്. INS സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു എന്ന് നാവികസേനയും അറിയിച്ചിരുന്നു. കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയും കരുത്ത് തെളിയിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത്.